ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്കോ ലെമൺ. നിങ്ങളൊരു ഗർഭിണിയാണോ എങ്കിൽ നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട 5 ന്യൂട്രീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ അവരുടെ ഹെൽത്തിനെയും പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും ഈ 5 ന്യൂട്രീഷൻസ് കഴിക്കേണ്ടതുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നന്ദന. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗർഭാവസ്ഥയിൽ പോഷകാഹാരം ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. ഗർഭകാലത്ത് കഴിച്ചിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട ന്യൂട്രീഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഫോളിക് ആസിഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർമാർ നമുക്ക് നൽകുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് ഗർഭകാലത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സപ്ലിമെൻ്റ് ആണ്. കാരണം ഫോളിക് ആസിഡ് കഴിക്കുന്നത് കൊണ്ട് ജനന വൈകല്യങ്ങൾ തടയുന്നു. അതായത് കുട്ടിക്ക് ജനിക്കുമ്പോൾ വൈകല്യങ്ങളോടുകൂടി ജനിക്കാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇലക്കറികൾ, ബീൻസ്, ഫോർട്ടിഫൈഡ് ധാന്യങ്ങൾ തുടങ്ങിയ ഫോളേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയുന്നത് രണ്ടാമത്തേത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം ഒമേഗ 3 ഫാറ്റി ആസിഡ് കഴിക്കണം, അത് നിർബന്ധമാണ് എന്നൊക്കെ. എന്നാൽ ഇത് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒമേഗ 3 ഫാറ്റി ആസിഡ് കഴിക്കുന്നത് കൊണ്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തെ പിന്തുണയ്ക്കുന്നു. അതായത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കൊഴുപ്പുള്ള മത്സ്യം, നട്ട്സ്, സീഡ്സ് എന്നിവയിൽ നിന്നും ഒമേഗ 3 ഫാറ്റി ആസിഡ് ലഭിക്കുന്നതാണ്. അടുത്തത് നമ്പർ 3 പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണെന്നുള്ളത്. പ്രോട്ടീൻ ശക്തമായ ടിഷ്യൂസിനെ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. മാംസം, മത്സ്യം, മുട്ട തുടങ്ങിയവയിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്പർ 4 കാൽഷ്യം ആൻഡ് വിറ്റമിൻ ഡി. ഫോളിക് ആസിഡ് ഡോക്ടർമാർ നൽകുന്നത് പോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഗവൺമെൻറ് ത്രൂ നമുക്ക് നൽകുന്ന ഒരു സപ്ലിമെൻ്റാണ് കാൽഷ്യം എന്ന് പറയുന്നത്. മിക്കവരും ഇത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്, അല്ലെങ്കിൽ ഇത് കഴിക്കാതിരിക്കുന്നു. കാരണം ഇത് കഴിക്കുമ്പോൾ വൊമിറ്റിംഗ് വരുന്നു, അല്ലെങ്കിൽ ഇത് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇത് മറന്നു പോകുന്നു കഴിക്കാനായിട്ട്, ഇങ്ങനെ പലവരും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കാൽഷ്യം ആൻഡ് വിറ്റാമിൻ ഡി നിർബന്ധമായും കഴിച്ചിരിക്കേണ്ടതുണ്ട്. കാൽഷ്യം, വിറ്റാമിൻ ഡിയും അസ്ഥികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു. പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ, പോഷകസമൃദ്ധമായ ഭക്ഷണം എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് കാൽഷ്യം ലഭിക്കുന്നതാണ്. നമ്പർ 5 സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് വെള്ളം അത്യാവശ്യമാണ്. മാത്രമല്ല നിങ്ങൾക്കും വെള്ളം കുടിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഈ സമയത്തൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഒരു ദിവസം കുറഞ്ഞത് 8 കപ്പ് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ ടിപ്സ് എന്തായാലും ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. കൂടുതൽ പാരൻറ്റിംഗ് ടിപ്സിനായി കോക്കോ ലെമൺ ഫോളോ ചെയ്യാൻ മറക്കരുത്.